അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ണാസ് ഡെയിലിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനകത്തുള്ള ഹംഗ്രി മൃണാൾസിലാണ്. അവിടെ മൃണാളിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ പല ടൈപ്സ് ഓഫ് ബിരിയാണീസും അവൈലബിൾ ആണ്. നമ്മൾ മുമ്പ് റൈസ് ഓഫ് പേർഷ്യയുടെ ബിരിയാണി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ദം ബിരിയാണി ഹാഫ് ബിരിയാണിക്ക് 125 റുപ്പീസാണ്. അതായത് നമ്മൾ ഓർഡർ ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച മലബാർ സ്റ്റൈൽ ദം ബിരിയാണിയും പിന്നെ ന്യൂ ആയിട്ട് കൊച്ചിൻ സ്റ്റൈൽ ബിരിയാണിയും കൂടിയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ സൈഡ്സ് ഉണ്ട്. അതായത് പപ്പടമുണ്ട്, ഡേറ്റ്സ് അച്ചാർ, ലൈം പിക്കിള്, മിൻ ചട്നി, സാലഡ്, പിന്നെ റൈത്തയുണ്ട്, പിന്നെ കുറേ സൈഡ്സും ഉണ്ട്. സോ നമുക്ക് ഇതെല്ലാം ഒന്നൊന്നായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ബിരിയാണിയും വന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ കൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പാഴ്സലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ്. ഈ ബിരിയാണിക്കകത്ത് ചെറിയ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഈ ടൈപ്പ് ബിരിയാണിയാണ് ഇഷ്ടം. ഇത് നമ്മുടെ കൊച്ചി സ്റ്റൈൽ ദം ബിരിയാണിയുമാണ്. ഇതിനകത്ത് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മലബാർ സ്റ്റൈൽ ദം ബിരിയാണി ട്രൈ ചെയ്യാം. നമ്മളെല്ലാ സൈഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടവും ഉണ്ട്. ശരിക്കും കൊച്ചിൻ സ്റ്റൈൽ ബിരിയാണിയുടെ കൂടെയാണ് നമുക്ക് ഡേറ്റ്സ് അച്ചാറും പിന്നെ വിനാഗിരി ചേർത്തിട്ടുള്ള സാലഡും കിട്ടുന്നത്. പക്ഷേ മലബാർ സ്റ്റൈൽ ദം ബിരിയാണിയുടെ കൂടെ ലൈം പിക്കിളും പിന്നെ റൈത്തയാണ് കിട്ടുന്നത്. സോ നമുക്ക് എല്ലാം എങ്ങനെയുണ്ടെന്ന് ട്രൈ നോക്കാം. ലാസ്റ്റ് ടൈം നമുക്ക് കഴിച്ചപ്പോൾ ഇത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് കുറച്ച് റൈത്തയും ചിക്കനും റൈസും കൂടെ ചേർത്ത് കഴിച്ചു നോക്കാം. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ലാസ്റ്റ് ടൈം കഴിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അധികം ഓവർ മസാലയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റൈസും ഒക്കെ ആയിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണിയാണ്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്കിനി കുറച്ച് പുതിന ചട്നിയും പിന്നെ സാലഡും പിന്നെ കുറച്ച് ചിക്കനും ചോറും ഒക്കെ ചേർത്ത് ഒന്നുകൂടെ കഴിച്ചു നോക്കാം. ലാസ്റ്റ് ടൈം ഇത് എനിക്ക് കഴിച്ചപ്പോഴും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും അതുപോലെ തന്നെ സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ നമുക്കിതൊന്ന് ഒന്നുകൂടെ കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. ചമ്മന്തിയുടെ കൂടെ കഴിക്കാനായിട്ടാണെങ്കിലും സംഭവം ടേസ്റ്റിയാണ് കേട്ടോ. അടുത്ത നമുക്ക് കൊച്ചിൻ സ്റ്റൈൽ ദം ബിരിയാണി കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ബസ്മതി റൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മറ്റേ മലബാർ സ്റ്റൈൽ ദം ബിരിയാണിക്കകത്ത് കൈമ റൈസ് ആയിരുന്നു. നമുക്ക് ഇതും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ എല്ലാ സൈഡ്സും എടുത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു ഇത് രണ്ടിനും 2 സൈഡ്സാണ് വരുന്നതെന്ന്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഇത് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് തോന്നി കമ്പയർ ടു മലബാർ സ്റ്റൈൽ ബിരിയാണി. കുറച്ചുകൂടെ മസാലയുണ്ട്. ഓവറോൾ നല്ല ടേസ്റ്റിയാണ്. പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് മലബാർ സ്റ്റൈൽ ദം ബിരിയാണിയാണ്. ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ 2 ടൈപ്പ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് രേഖപ്പെടുത്തണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യണേ. ലാസ്റ്റ് ഒരു ലൈൻ ടീം കൂടി നമ്മളിത് എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.